ഹായ് ഫ്രണ്ട്സ്, ആനസ് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ കായ്പോളയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ 2 പോള ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. 4 നേന്ത്രപ്പഴം, 4 മുട്ട, തേങ്ങ, ഏലക്ക, പഞ്ചസാര എന്നിവയാണ് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. നേന്ത്രപ്പഴം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മുട്ട ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പാനിലേക്ക് പഴം ഇങ്ങനെ വട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് സിമ്മിലിട്ടിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പം എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പൊക്കെ ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറെ ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മളിത് വേറെ പാനിലേക്ക് മാറ്റുന്നത് ഇത് ആ ഒരു റൗണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്ലേറ്റിലേക്കൊക്കെ മാറ്റുമ്പോൾ അത് പൊട്ടൊക്കെ ചെയ്യുക, അതുകാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ പാനൊന്ന് ചൂടാക്കി വെക്കണം. നമ്മളെ പോള റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വശം ഇതുപോലെയും ഒരു വശം ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.